അപ്പൊ ഇതിന്റെ പ്രശ്നം, ഇതിന്റെ കുറ്റം ആർക്കാണ് കൊണ്ടുകൊടുക്കുന്നത്? ഇതിന്റെ കുറ്റം കൊണ്ടുകൊടുക്കുന്നത് സിദ്ധാർത്ഥന് തന്നെയാണ്. നോക്കൂ, സിദ്ധാർത്ഥൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശമോ അധികാരമോ റാഗിങ്ങിന്റെ വിഷയം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും അവിടുത്തെ ഡീനിനില്ല. അതേപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കില്ല, അവിടെയുള്ള ഒരു വ്യക്തിക്കുമില്ല. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനം വഴിയാണ് അതിലൊരു പരാതി ഉണ്ടെങ്കിൽ പോലും അത് തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് എത്ര മെറിറ്റുള്ള വിഷയമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അവിടെയുള്ള ഹോസ്റ്റലിലുള്ള മറ്റ് സഹപാഠികളായിട്ടുള്ള കുട്ടികളും ഈ ഡീനും പറയുന്നത് തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടത് ഹോസ്റ്റലിലെ മെസ്സിലാണ് എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ അവിടെ പറയുന്നത് എന്താണ്? ഹോസ്റ്റലിന്റെ സെക്രട്ടറിയും അവിടുത്തെ മെസ്സിലെ കുക്കും കൂടി ഭക്ഷണം റൂമിൽ എത്തിച്ചു കൊടുത്തുവെന്ന്. അങ്ങനെ റൂമിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു VIP ആയിരുന്നു സിദ്ധാർത്ഥൻ. അവിടെ മെസ്സിൽ പോയി എല്ലാവരും കഴിക്കണം എന്നുള്ളതാണ് അവിടുത്തെ സംവിധാനമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അവിടെ ഭക്ഷണം മുറിയിൽ കൊണ്ട് കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്തായാലും 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കൊടുത്തിട്ടുണ്ട്, കഴിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകിൽ ഭക്ഷണം നിരസിക്കാം, അതല്ലെങ്കിൽ അത് കഴിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിലല്ല. ഇതിൽ കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടാകുമല്ലോ ഈ കുക്ക് കൊണ്ട് ഭക്ഷണം റൂമിൽ കൊണ്ട് കൊടുക്കുന്നത്. അതല്ലാതെ അദ്ദേഹം ഒരു VIP ആയതുകൊണ്ടല്ലോ. തല്ല് കിട്ടുന്ന ആൾക്കാരെല്ലാം VIP ആണ് എന്നുള്ള ഒരു പരിഗണനയൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഡീനൊക്കെ ആ കസേരയിൽ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്? അദ്ദേഹം തന്നെ പറയുകയാണ്, എനിക്ക് പല ചുമതലകളാണ്, എനിക്ക് അവിടെ പോലീസിനെ കാണണം, എനിക്ക് ഇവിടെ ഇന്ന കാര്യം ചെയ്യണം, മറ്റേത് ചെയ്യണം. അപ്പൊ ഞാൻ പല ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ വീട്ടിലേക്ക് അറിയിക്കുക, മറ്റുള്ള കാര്യം കോർഡിനേറ്റ് ചെയ്യുക, ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യുകയാണെന്ന് അദ്ദേഹം പറയുന്നത് ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികളാണെങ്കിലും അദ്ദേഹമാണെങ്കിലും പറയുന്നത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത സംഘർഷരഹിതമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അങ്ങനെ സംഘർഷരഹിതമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണെങ്കിൽ നേരത്തെ ഇപ്പൊ പോലീസ് തന്നെ പറയുന്ന രീതിയിലുള്ള അലിഖിതമായിട്ടുള്ള ഈ പരസ്യ വിചാരണ പോലെയുള്ള കാര്യങ്ങൾ അവിടെ ഇല്ലാത്ത ഒരു ക്യാമ്പസ് ആണ് എങ്കിൽ ഈ സംഭവം വരുമ്പോൾ ആദ്യം ഞെട്ടേണ്ടത് ഡീനല്ലേ? അയ്യോ, നമ്മുടെ കോളേജിൽ ക്യാമ്പസിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവം ഇവിടെ നടനാടെ ഉണ്ടായിരിക്കുന്നു, ഇങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, അതിന് പിന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് ആ കാര്യമെല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു ഞെട്ടൽ ഉണ്ടാകേണ്ടത് ഈ ഡീനിനാണ്. ഈ ഡീനല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന രീതിയിൽ അവിടെ വിളിച്ചിട്ട് വീട്ടുകാരോട് അത് സംസാരിക്കേണ്ടത്? അതോ വേറെ ആരെങ്കിലും ചുമതലപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ ഇത് വളരെ നിരുത്തരവാദപരമായ രീതിയിലത്തേക്ക് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിലുള്ള പല ആൾക്കാർക്കും ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിവുണ്ട്. ഇപ്പൊ VC അവിടെ നിന്ന് തെറിച്ചു. കാരണം അവിടെ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായ രീതിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വലിയ വീഴ്ച അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ട്. VC തെറിച്ചു. ഞാൻ പറയുന്നത് VC തെറിക്കുന്നതിനേക്കാൾ മുമ്പ് തെറിക്കേണ്ടുന്ന ആളാണ് അവിടുത്തെ ഡീൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന മന്ത്രി ചിഞ്ചുറാണി തന്നെ പിന്നെ വാഴ്ത്തി പറഞ്ഞു ഈ ഡീനിനെ. എന്തായാലും ഡീനിനെയും അതുപോലെ അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ആ ഓർഡർ ഇറങ്ങിയിട്ടില്ല ശ്രീത്തെ. അല്ല, നോക്കിയാല് ഈ വയനാട്ടിലൊക്കെ ഇറങ്ങുന്ന ആനയില്ലേ, ആ ആനയൊക്കെ ആൾക്കാരെ കൊല്ലുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇത്ര ആൾക്കാരെയാണ് കൊല്ലുന്നത് എന്ന രീതിയിലത്തേക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് കൂടുതൽ മനുഷ്യ സ്നേഹമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളെ പോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു ആനിമൽ ആണ് എന്ന രീതിയിലാണ് നമ്മൾ അതിനെയൊക്കെ പറയുന്നത്. നമ്മൾ അങ്ങനെ വെറും ആനിമൽസ് അല്ലല്ലോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മളൊക്കെ ഈ പറയുന്നത് പോലെ നമ്മളിങ്ങനെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന രീതിയിലത്തേക്കൊക്കെ അറിയുന്ന ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന, കൃത്യമായിട്ടുള്ള നിയമാവലികളുള്ള, അതിനനുസരിച്ച് ജീവിക്കേണ്ടുന്ന കേവല മനുഷ്യരല്ലല്ലോ. നമ്മളിപ്പോ ഈ ആനയുടെ ബുദ്ധി അല്ലെങ്കിൽ ആനയുടെ രീതിയിലത്തേക്കൊക്കെ ചിന്തിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഡീനിനോട് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്നും എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം അതിനെ ഇപ്പോഴും സമീപിക്കുന്നത് എന്നതിൽ നിന്ന് വളരെ വ്യക്തമാണ്.